എടുത്തൊന്ന് വട്ടം വെച്ചിട്ടുണ്ട്. കൊട്ടേഷനാന്ന് തോന്നുന്നു. KL17B 1477. KL17B 1477. ഈ വണ്ടിക്ക് കഴിഞ്ഞ കാലത്തെ സർവീസിന് ശേഷം ഈ സർവീസ് അവർ തറയിൽ വയ്ക്കുന്ന സാധനത്തിൻ്റെ പുറത്തൊക്കെ ഒരു കെമിക്കൽ പോലെ ഏതാണ്ട് കളർ കിട്ടാൻ വേണ്ടി തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ മറ്റേ AC-യുടെ വെൻറ്റുകളും മറ്റൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. കോൾഡ് പിടിക്കേണ്ട ആളുകൾക്ക് ഇതിൽ ട്രാവൽ ചെയ്യുന്നവർക്ക്. ഒരു ദിവസം വൈഫ് പ്രശ്നം വന്നു. അവൾ സാധാരണ ട്രാവൽ ചെയ്യാറില്ല. അന്ന് ചാലക്കുടി വരെ ട്രാവൽ ചെയ്തപ്പോൾ ഇപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഹാംഫുള്ളായിട്ടുള്ള എന്തോ കെമിക്കൽസ് ഉണ്ടോയെന്ന് അവർ ക്ലീൻ ചെയ്തത് ഉപയോഗിച്ചാൽ ഒന്നെങ്കിൽ തറയിൽ പോളിഷ് ചെയ്യാൻ ഉപയോഗിച്ച സാധനം അതിൻ്റെ ആ സ്മെല്ല് കണ്ടിന്യൂസ് കിടക്കുന്ന ഹ്യൂമൻസിന് കൊള്ളില്ല. അല്ലെങ്കിൽ അവർ മറ്റേ AC-യുടെ വെൻറ്റുകളും മറ്റൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ അതിലുപയോഗിച്ച് എന്തെങ്കിലും കെമിക്കൽ എന്തോ അലർജി ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് ഗോൾഡും മറ്റുമൊക്കെ വരുന്നുണ്ട് ഇതിൽ. അതാവാമെന്ന് വിചാരിക്കും, എനിക്കറിയില്ല, ഉറപ്പില്ല. അതൊരു പോസിബിലിറ്റിയാണ്. രാവിലെ എടുത്താൽ 100-130 കിലോമീറ്റർ സ്പീഡിൽ പോകണമുണ്ടോ. ഒരു ലോറിക്കാരൻ ബ്രേക്കിന് ഉണ്ടല്ലോ, ഞാൻ കയറ്റി വിട്ടേക്കാം. നമ്മളിവിടെ നിർത്തി കൊടുക്കാം. കയറി എന്നിട്ട് പോയി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് പോകാതെ പറ്റില്ല. അപ്പം അവൻ്റെ ഇത് കിട്ടുകയും ചെയ്യും നമുക്ക് നമ്പർ. അതുപോലെ ഞാൻ മോനെ ഫ്രണ്ടിൽ ഇരുത്തിയും മോളെ ബാക്കിൽ ഇരുത്തി. അല്ല ഫ്രണ്ടിലല്ല കേട്ടോ, ആരും ഇരുത്താറില്ല. ഫ്രണ്ടിൽ മോനെ തീരെ ചെറുപ്പത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ആദ്യം മിക്കവാറും സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ബൈക്കിലൊക്കെ കൊണ്ടുവന്നാക്കി. ഇപ്പം അവർ രണ്ടും ഇടയ്ക്ക് ഇരുത്തിയുണ്ട്. കുറച്ച് ടൈമിൽ ഞാൻ ബൈക്കിലാക്കിയിട്ടുണ്ട് അവർ. എനിക്ക് 2014 രണ്ടുപേരും കുറച്ച് വലുതായി പിന്നെയാണ്. മിക്കവാറും സൈബിൽ പഴയ മാരുതി 800 പോയി ആക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് വർഷം എനിക്ക് തോന്നുന്നു 2015-ലോ 15-ലാണോ 15 എൻഡിൽ 16 ആദ്യം കുറച്ച് നാൾ ബൈക്കിലും കൊണ്ടുപോയിട്ടുണ്ടെന്ന്, മഴയില്ലാത്ത സമയത്ത്. പക്ഷെ ഇപ്പോൾ അലൗഡല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ 3 പേരെ, ഇപ്പോൾ റൂൾസ് അനുസരിച്ച് ബൈക്കിൽ 2 പേരെ പോകാൻ തോന്നുന്നു. 3 പേരെ അലൗഡ്. സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം നിയമം അനുസരിച്ച് 2 പേർക്ക് പോകാൻ. കാരണം പോകുന്നവർക്കെല്ലാം ഹെൽമെറ്റും വേണമെന്നാണ് പറഞ്ഞത്.
പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബജാജ് ചെയ്ത സ്കൂട്ടറിൽ ഹസ്ബൻഡും വൈഫും ജോലിക്ക് ഹസ്ബൻഡും വൈഫും ജോലി ഉണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ജോലിക്കും പിള്ളേർ രണ്ടുപേരും പോണ വഴിക്ക് സ്കൂളിലാക്കും. അപ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അങ്ങനെയായിരിക്കും മിക്കവാറും. അല്ല, വൈകുന്നേരം കുട്ടികൾക്ക് നേരത്തെ വിടാം, അവർ ചിലപ്പോൾ വാനിലായിരിക്കും പോകണം. വൈകുന്നേരം രാവിലെ പോകുമ്പോൾ മിക്കവാറും ഹസ്ബൻഡും വൈഫും മഴയില്ലാത്ത സമയമാണെങ്കിൽ ഇവിടെയൊക്കെ കുറവാണ്, ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഡൽഹി മറ്റേ ചെന്നൈ ഡൽഹി ഭാഗത്തൊക്കെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മഴയൊന്നും പെയ്യുമില്ല. ഹസ്ബൻഡും വൈഫും ഒരു ബജാജ് സ്കൂട്ടറിൽ ഫ്രണ്ടിലും ബാക്കിലിരിക്കും. പിള്ളേരെ ഒരാൾ മുമ്പിൽ നിർത്തും, ഒരാൾ ഇടയ്ക്ക് ഇരുത്താൻ നോക്കും. അങ്ങനെ 4 പേരൊക്കെ ആയിട്ടാണ് പോകുന്നത് പണ്ടത്തെ കാലത്തൊക്കെ. അന്ന് പിന്നെ ഹെൽമെറ്റൊന്നും ആർക്കും വേണ്ടായിരുന്നു, ഡ്രൈവർക്കും വേണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും അത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല, 40, 45, 50 കൂടുതലൊന്നും ആരും വണ്ടി വിടാറുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വഴി മുഴുവൻ ബൗൺസ് ചെയ്യായിരിക്കും, അത് അതിൽ കൂടുതൽ അവിടെ വിടാനും പറ്റില്ല. റോഡുകളെല്ലാം ബൗൺസ് ആയതുകൊണ്ട് അന്ന് ഒരു 50, 60 മേലോട്ടൊന്നും വണ്ടി വിടാൻ പറ്റില്ലായിരുന്നു ഒരു കാലത്ത്. നാഷണൽ ഹൈവേ പറ്റുമായിരുന്നു കേട്ടോ. നാഷണൽ ഹൈവേയിൽ എനിക്ക് ഓർമ്മയുണ്ട് മിറ്റ്സുബിഷിയുടെ KSRTC ബസ്സൊക്കെ 90s അതിൻ്റെ കാണാറുന്നു. ഞങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അതിൻ്റെ സ്പീഡ് കാണാറുന്നു. 90s കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുമായിരുന്നു. ബസ്സിൻ്റെ ഞാൻ നോക്കാറില്ല, പക്ഷേ കൊണ്ടി നല്ല സ്പീഡിലായിരിക്കും പോകണേ. കാരണം 4 മണിക്കൂർ കൊണ്ട് കൊണ്ടി 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത 8:45 നമ്മൾ കോയമ്പത്തൂരിൽ ടേൺ ചെയ്യണ ജംഗ്ഷൻ എത്തും. 9 ആകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്തും. 8:45 മുമ്പ് എത്തും. 8:30 കഴിയുമ്പോഴത്തേക്കും എത്തും. 8:35, 40 ആകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ. മിക്ക സമയത്ത് അവിടെ ഇറങ്ങും. ചില സമയത്ത് ടൗണിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ടൗണിൽ പോയിട്ട്, മിക്കവാറും ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരില്ല. കാരണം മറ്റേ ഹോട്ടൽ ഡയാനയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോണേ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ മിക്കവാറും അവിടെ തിരുവിലിറങ്ങും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കാറ്റടിച്ച് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള കോയമ്പത്തൂരിനുള്ള ബസ് വരും. സീറ്റൊന്നും കിട്ടില്ല, അത് ടൗണിൽ നിന്ന് ഫുള്ളായിട്ടായിരിക്കും വരും. നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല. 8:45 അത്ര തിരക്കുണ്ടാവില്ല. അത് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും, റൂമിലെത്തുകയായിരുന്നു. ഇവിടെ നിന്ന് 5 മണിയുടെ കൊണ്ടേ കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിൽ പോകാവുന്ന രീതിയിൽ അവിടെ നിന്നുള്ള ടൈം രാത്രി 11 മണിക്കാണ്. 11 മണിക്ക് പോന്നു കഴിഞ്ഞാൽ 3 മണിക്ക് മുമ്പ് എറണാകുളം മറ്റേ ഇവിടെ എത്തും. ഷെനായിസിൻ്റെ അപ്പുറമുള്ള ആ YWCയുടെ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് നമ്മൾ KSRTC YWCയിലേക്ക് മുമ്പുള്ള ഏരിയയിൽ ആ KSRTCയിലേക്ക് നടന്നു പോകാവുന്ന റോഡില്ല, അവിടെ അവർ നിർത്തും. അവിടെ നിന്ന് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകണം. അവിടുന്ന് ഒരു 200 മീറ്റർ നടന്നു പോകണം. അത് രാത്രി 3 മണിക്കാണ് തന്നെ. പക്ഷെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ വേറെ ആളുകളുണ്ടാവും വണ്ടിയിൽ നടക്കാനായിട്ട് സ്റ്റാൻഡിലേക്കും. ഇതൊക്കെ പിന്നെ ആ റൂട്ടിൽ ബസ്സിൽ ആ സ്റ്റോപ്പിൽ എപ്പോഴും ആളുകൾ കാണാറുണ്ട്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന ആളുകൾ എപ്പോഴും ആ റൂട്ടിൽ കാണാറുണ്ട്. ഞാൻ 3 മണിക്ക് വന്ന് ഇറങ്ങി എത്രയോ തവണ നടന്നു പോയിട്ടുണ്ട്. 3 മണിക്ക് മുമ്പ് എത്തുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 5:30 കണ്ട ഫസ്റ്റ് കോലഞ്ചേരി ബസ്സുള്ളൂ. 5:10 കട്ടപ്പനയും കണ്ടാണ് ആദ്യത്തെ കോലഞ്ചേരി ബസ്. 5:10 5:30 മറന്നു ഈ സമയം. അതാണ് കട്ടപ്പനയ്ക്ക് അങ്ങോട്ട് പോകുന്ന ഒരു വണ്ടിയാണ് എറണാകുളത്ത് നിന്നുള്ള കോലഞ്ചേരിക്കുള്ള ആദ്യത്തെ ബസ്. അത് 10 മണി കഴിഞ്ഞാൽ പിന്നെ രാവിലെ 5:00, 5:00, 5:30, 5:15 അങ്ങനെ മറന്നു ഈ സമയം. 6 മുമ്പ് ഉണ്ട്, 5:15 കണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ കട്ട്ലേറ്റോ ചായയോ ഒക്കെ ഉണ്ടാവും രാത്രിയാണെങ്കിൽ. ഒരു നല്ല കോഫിയാണ്. ബസ് സ്റ്റാൻഡിനുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു KSRTC ബസ് സ്റ്റാൻഡിൽ. അന്നത്തെ കാലത്തൊക്കെ നല്ലതായിരുന്നു. ഇന്നത്തെ വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അന്നത്തെ സ്റ്റാൻഡേർഡിലാണ് നല്ലതായിരുന്നു. ഒരു ഈ നെസ്കഫേയുടെ പോലത്തെ നെസ്കഫേ പോലത്തെ കോഫി കിട്ടുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കട്ട്ലേറ്റ് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാണും, സ്നാക്സും വേണമെന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. സ്നാക്സ് അധികം കഴിക്കാറില്ല, കാരണം ഈ പോന വഴിക്ക് ഹോട്ടൽ ഡയാനയിൽ നിന്ന് മിക്കവാറും ഫുഡ് കഴിച്ചിട്ടായിരിക്കും വേണേ രാത്രി വേണേ.
ഹോട്ടൽ നയനിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. കോണ്ടി ട്രാവൽസ് വേറെ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. 11 മണിക്ക് മുതൽ 4 മണിക്ക് വരെയുള്ളതിൽ എപ്പോഴും ടിക്കറ്റ് കിട്ടും. എപ്പോൾ ചെന്നാലും നമുക്കിപ്പോൾ ഒരു ദിവസം മുമ്പ് ചെന്ന് ബുക്ക് ചെയ്താലും നമ്മളിപ്പോൾ ടൗണിലേക്ക് പോകുമ്പോൾ ബുക്ക് ചെയ്തേച്ച് പോരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തലേദിവസം പോയാൽ ബുക്ക് ചെയ്താലും കിട്ടും ടിക്കറ്റ്. അന്ന് പോയാലും ചിലപ്പോൾ കിട്ടും. ഈ ഗോണ്ടി ട്രാവൽസ് അന്ന് ഇപ്പോൾ എറണാകുളത്ത് ഉള്ള സുധീർ കമ്മത്തും ബിജു പറീസ് എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ കടയിൽ സ്കൂളിലാണ്. പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വീടാണ് ഗോണ്ടി ട്രാവൽസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഗാന്ധിപുരത്തില്ല, അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. Cloud9 റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. അതിൻ്റെ അടുത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അവരുടെ റൂമിൽ പോയിരിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും അവരോട്. അവരും കൊണ്ടുവന്നാക്കാൻ വരും അന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ അവരുടെ റൂമിലേക്ക് പോയി അവരെ കൊണ്ടുവന്നാക്കാൻ വരും. അവരും ഞങ്ങളെല്ലാവരും ഓരോ ചായയും കുടിച്ചിട്ട് ഗുഡ് ബൈ പറയും. ബിജു പറീസ് എൻ്റെ സീനിയറായിരുന്നു ഇവിടെ കടയിരിപ്പ് സ്കൂളിൽ. പുള്ളി എനിക്ക് തോന്നുന്നു US പോയോ എന്ന് സംശയമാണ്. നമ്മത്തെ ഇവിടെ എറണാകുളത്തുണ്ട്. അവിടെ വലിയ ബിസിനസ് ഫാമിലിയാണ്. 200 കോടി ടേണോവറുള്ള ഏതാണ്ട് മറ്റേ പൈപ്പിൻ്റെയും ഒക്കെ ഹോൾസെയിൽ ഡീലേഴ്സാണ്. അവർ വലിയ ഗ്രൂപ്പാണ്.